സംഘടനയെക്കുറിച്ച് കേട്ടറിഞ്ഞ് വോളണ്ടിയർമാരായവരാണ് ഇവരിൽ നിരവധി പേരും. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക, ജീവിതത്തിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക, അങ്ങനെയാണ് CETയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും ഇതിൻ്റെ ഭാഗമാകുന്നത്. എല്ലുനുറുങ്ങുന്ന വേദനകൾക്കിടയിലും ഈ കുട്ടികളുടെ മുഖത്ത് വിരിയുന്ന ആത്മവിശ്വാസത്തിൻ്റെ ചിരി തങ്ങൾക്ക് നൽകുന്ന ഊർജവും സന്തോഷവും ഏറെ വലുതാണെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് അമൃതവർഷിണിനെ കുറിച്ച് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയിലൂടെയാണ്. അപ്പോൾ അമ്മയുടെ കൊളീഗായിട്ട് വർക്ക് ചെയ്യാണ് ഇതിൻ്റെ ഫൗണ്ടർ ലത നായർ. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതെന്ന് വെച്ചാൽ ഞങ്ങൾ കോളേജിൽ വരുന്നതിന് മുമ്പായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു TV പ്രോഗ്രാമിലൂടെ അതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതെൻ്റെ കൊളീഗാണ്, നിങ്ങൾ എന്തായാലും ട്രിവാൻഡ്രത്ത് പോവല്ലേ, അപ്പോൾ എന്തായാലും പോയി കാണണമെന്നുണ്ട്. പിന്നെ അങ്ങനെ വിട്ടുപോയി. പിന്നെ ഒരു ദിവസം ഞങ്ങൾ 3 ഫ്രണ്ട്സ്, വൈഷ്ണവി, ജിതി, പിന്നെ ഞങ്ങൾ 3 പേരും ഒരു ഊഞ്ഞാലിലിരുന്ന് ഹോസ്റ്റലിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണ്ടേ ഈ സൊസൈറ്റിക്ക് വേണ്ടി, നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ നമുക്ക് കിട്ടിയതൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് അമ്മ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അന്ന് അമ്മേനെ വിളിച്ചു, ആൻറ്റിയുടെ നമ്പർ തരാൻ പറഞ്ഞു, അമ്മ തന്നു. പിന്നെ വിളിച്ചു, അപ്പോൾ വന്നു പറഞ്ഞു, ആൻറ്റി പറഞ്ഞു വളരെ വളരെ കൂളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു, മക്കളെ വരൂ, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, നമുക്ക് കാണാം, ഇങ്ങനെയൊക്കെയാണ് അമൃതവർഷിണിയിൽ ഒരു പറ്റം എല്ല് പൊടിഞ്ഞു പോകുന്ന കുട്ടികളുടെ ഒരു ഓർഗനൈസേഷനാണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും വന്നു, ഞങ്ങൾ 4 പേര് പോയി. അപ്പോൾ ശേഷാദ്രി, വൈഷ്ണവി, ഞാൻ, ജിതി, ഞങ്ങൾ പോയി അവിടെ സംസാരിച്ചു. അപ്പോൾ ആ ടൈമിലായിരുന്നു ഈ ഫ്രണ്ട്ഷിപ്പ് ഡേ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ബാൻഡിൻ്റെ സെയിൽസ് നടത്തി ഏതാണ്ട് 25,000 റേസ് ചെയ്തു ഞങ്ങളുടെ കോളേജിൽ നിന്ന്, CETയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറേ സുഹൃത്തുക്കളായി. വീണ്ടും അമൃതവർഷിണി എന്നിട്ട് കുറേ മാഡിന് ഇവൻറ്റ്സ് വന്നപ്പോൾ പിന്നെ മേക്ക് എ ഡിഫറൻസിൽ കൂട്ടുകാർ കൂടി വന്നു. പിന്നെ സേവ് എ പീസ് സ്പ്രെഡ് എ സ്മൈൽ, അതിൽ കുറേ കൂട്ടുകാർ കൂടെ വന്നു. ഇത് അമൃതവർഷി ഞങ്ങൾ വരുന്നതിന് മുമ്പേ അമൃതവർഷിയിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പലവരും കോഴിക്കോട് നിന്നും മലബാറിൽ നിന്നും പിന്നെ എറണാകുളത്തുമൊക്കെ കുറേ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഈവൻ ദുബായിലുണ്ട് ഞങ്ങളുടെ വോളണ്ടിയേഴ്സ്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നു, ഇവൻ്റായി. ഫസ്റ്റ് ഗെറ്റ് ടുഗെദർ ആയിരുന്നു ഡിസംബറിൽ 2012. അപ്പോൾ അമൃതവർഷിണി വാത്സല്യ വർഷം 2012. അപ്പോൾ ഞങ്ങൾ ഈ കുട്ടികളെ കണ്ടു. ആൻഡ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത്രയും നല്ല ഒരു ചിരി, ഇത്രയും സ്വീറ്റായിട്ടുള്ളൊരു ചിരി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അമൃതവർഷിണിയിലെ കുട്ടികൾ, അവരുടെ ചിരി, ദി ഫിൽ യു വിത്ത് പോസിറ്റീവ് എനർജി. അപ്പോൾ ആ ഒരു ടൈപ്പ് എനർജി വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല. ദറ്റ് മേക്സ് എ സ്റ്റേ ഹിയർ. ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് ഭയങ്കര കൂടുതലാണ്. പിന്നെ വോളണ്ടിയേഴ്സ് കൂടി വന്നു. ഓരോ ആൾക്കാർ ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ തുടങ്ങി. പിന്നെ വീണ്ടും TV പ്രോഗ്രാംസ് വന്നു, അപ്പോൾ ആൾക്കാർ കൂടി വന്നു, പിന്നെ വോളണ്ടിയേഴ്സായി. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഏതാണ്ട് 15 വോളണ്ടിയേഴ്സ് ഇൻ ട്രിവാൻഡ്രം ഉണ്ട്. പിന്നെ ഓൾ കേരള നോക്കിയെന്ന് വെച്ചാൽ about 50 വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ഇനി ഒരു വോളണ്ടിയർ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമൃതവർഷിണി തുടങ്ങിയത് രജിസ്റ്റേർഡ് ആയിട്ട് തുടങ്ങിയത് 3 years ബാക്കാണ്. നമ്മുടെ ഏറ്റവും കുഞ്ഞി മീനാക്ഷിയാണ് ദ യങ്ങസ്റ്റ് വോളണ്ടിയർ. ഷീ ഈസ് ഇൻ 8th standard. അഡ്മിനിസ്ട്രേറ്റീവായിട്ട് അഭിലാഷ്, അനീഷ് എന്നാണ് അഡ്മിനിസ്ട്രേറ്റീവിൽ ഏറ്റവും യങ്ങസ്റ്റ് നിൽക്കുന്നത്. പക്ഷേ വിത്ത് ദം വോളണ്ടിയേഴ്സായിട്ട് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദർ from the past and now. Right now, currently, we support CET College with Engineering students, SASA group, MAT group. These 3 groups are supporting us and the youngsters. Maybe നമ്മുടെ എല്ലാ ഫങ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ്സും വെൽവിഷേഴ്സും കൂടെ വോളണ്ടിയേഴ്സും വേണം. ഓൺലി ദെൻ അമൃതവർഷിണീസ് ഈവൻറ്റ് ഇസ് കംപ്ലീറ്റ്. ഒരു എക്സിബിഷൻ ആയാലും or maybe ഇങ്ങനത്തെ ഒരു ഗെറ്റ് ടുഗെദർ ആയാലും, they are one of the, just like the kids
all they are one of them. അവരില്ലെങ്കിൽ it's not, I should say it's not complete. So even us എല്ലാം നമ്മുടെ എല്ലാ ഇപ്പോൾ അമൃതവർഷിണി is for OI kids. We should depend on people. So obviously they are one of the main of them. ഇപ്പോൾ യൂത്തായിട്ട് കുറേ പേരുണ്ട്. എനിക്ക് ഒരാളുടെ പേര് പറയാൻ പറ്റില്ല ബിക്കോസ് അറിയുന്ന പേര് കുറേ ഉണ്ട്. ഒരു നെയിം വെച്ചിട്ട് ഐ ക്യാൻ ജസ്റ്റ് സേ ലീഗലി ദീസ് 3. അത് കൂടാതെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ഉണ്ട്. ഈവൻ ഐ ഷുഡ് സേ മീഡിയ വർക്ക് ചെയ്യുന്ന കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സേവ് എ റുപ്പീസ് സ്പ്രെഡ് എ സ്മൈൽ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു. അമൃതവർഷിണിയെക്കുറിച്ച് ഞങ്ങളിങ്ങനെ വോളണ്ടിയേഴ്സ് ഒരു കോമൺ ഗ്രൂപ്പാണ്. എവിടെന്നെങ്കിലും നമുക്ക് ന്യൂസ് കിട്ടും ഇങ്ങനെ ചാരിറ്റി വർക്ക് ചെയ്യുന്നവരെ പറ്റി. അങ്ങനെ ലത ചേച്ചിയെ പരിചയപ്പെട്ടു. ഈ അമൃതവർഷിണി ഇങ്ങനെ ഓസ്റ്റിയോജെനിസിസ് അഫ്ലിക്റ്റഡ് ഈ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നത് അറിഞ്ഞു. അവർ കഴിഞ്ഞ വർഷം കോവളത്തിൽ ഒരു 3 day പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി വോളണ്ടിയർ ഹെൽപ്പ് ചെയ്തിരുന്നു, സർവീസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വളർന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചാരിറ്റി വർക്ക് അല്ലാണ്ട് ചേച്ചിയുടെ അമൃതവർഷിണി ഗ്രൂപ്പിൻ്റെ എന്ത് വർക്ക് വന്നാലും ആസ് എ വോളണ്ടിയർ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാറുണ്ട്. ഇന്ന് ഇവർക്ക് ഇത്രയും റെക്കഗ്നീഷനും ഹെൽപ്പും വരുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക, ആത്മവിശ്വാസം വളർത്തുക, അവരുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളും ചിത്രങ്ങളും പ്രദർശിപ്പിക്കുക, വിൽപ്പന നടത്തുക, രോഗമുള്ള കുട്ടികൾ തമ്മിൽ സൗഹൃദം വളർത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് ഈ വോളണ്ടിയേഴ്സ് നേതൃത്വം നൽകുന്നത്. ആസ് എ വോളണ്ടിയർ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ജ്വല്ലറി മേക്കിംഗ്, പിന്നെ കുറേ ക്രാഫ്റ്റ്സ് ഉണ്ടാക്കാറുണ്ട് കുട്ടികൾ. അതിൻ്റെ സെയിൽസ് ഓർഗനൈസ് ചെയ്യുക, പിന്നെ അതേപോലെ വേറെ എക്സിബിഷൻസ് ഓർഗനൈസ് ചെയ്യുക, പിന്നെ ഇതേപോലെ ഇവൻറ്റ്സ് ഗെറ്റ് ടുഗെദേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഗെറ്റ് ടുഗെദേഴ്സ് ഓർഗനൈസ് ചെയ്യുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. അത് കൂടാതെ തന്നെ ഈ അമൃതവർഷിണി ഈ രോഗം എന്ന് പറയുന്നത് വെച്ചാൽ വളരെ റെയർ ആയിട്ടുള്ളൊരു രോഗമാണ്. ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റാ. വളരെ കൂടുതൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഈ ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്താണ്, ഈ എല്ല് പൊടിഞ്ഞ രോഗം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഓസ്റ്റിയോപോറസിസ് ആണെന്ന്. പക്ഷേ അത് ഓസ്റ്റിയോപോറസിസ് അല്ല, ബ്രിട്ടിൽ ബോൺ ഡിസീസ് അല്ലെങ്കിൽ ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റാണ്. ഇതിനെക്കുറിച്ച് ഈ ഒരു റെയർ ജനറ്റിക് ഡിസോർഡറിനെ കുറിച്ചിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ പുതിയ കൂട്ടുകാരെ ഈ ഒരു നല്ല വെഞ്ചറിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് ആസ് വോളണ്ടിയേഴ്സ്, എക്സിസ്റ്റിംഗ് വോളണ്ടിയേഴ്സ്. ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത്. കൂടാതെ എന്ന് വെച്ചാൽ ഇതേപോലെ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. അതേപോലെ വേറെ കുറേ വോളണ്ടിയേഴ്സ് ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് ഇവരെ പഠിപ്പിക്കുന്നുണ്ട്, ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ വേറെ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളായിട്ട് കുറേ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കിയിട്ടും ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ് ഉണ്ടാക്കിയിട്ടും ഒക്കെ സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് അത് അമൃതവർഷിണിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ മ്യൂസീഷ്യൻസാണ്. ഞാൻ കീബോർഡിസ്റ്റും വയലിനിസ്റ്റുമാണ്. അപ്പം ഞങ്ങൾ ഒരുപാട് പരിപാടികൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പരിപാടിയിൽ നിന്ന് ആണ് കഴിഞ്ഞ നവംബറിൽ ആദ്യമായിട്ട് അമൃതവർഷിണിയുടെ പരിപാടിക്ക് വന്നത്. അപ്പം അവിടെ വന്നതിന് ശേഷം അവരുടെ കണ്ട ഒരു സ്നേഹവും അവരുടെ ഒരു ഒത്തൊരുമയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇൻസ്പയർഡായി. ഞങ്ങൾ പിന്നീട് അവരുടെ എല്ലാ പരിപാടിക്കും വന്നിട്ട് ഇവരുടെ വോളണ്ടിയറായി ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ വരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു സ്നേഹമാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, അവരുടെ ഒരു സംഘടനയുടെ ഒരു കൂട്ടായ്മ.